ഹലോ, എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണു അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുറത്തുനിന്നുള്ള നല്ല ശബ്ദമുണ്ട്, ചീവീടിൻ്റെ ശബ്ദം കേട്ടോ. അപ്പം നമ്മുടെ ചെടിക്കും പച്ചക്കറിക്കൊക്കെ വേണ്ട ഒരു ഹെൽത്തി മിക്സുമായിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ വേനൽക്കാലത്തൊക്കെ ചെടിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിട്ട് ആണെങ്കിൽ നന്നായിട്ട് വളരണതാണ്. മഴക്കാലത്തേക്കാൾ ഉപരി വേനൽക്കാലത്താണ് ചെടിക്ക് വളവും വെള്ളവും ചെന്നാൽ നന്നായിട്ട് വളരും. എല്ലാ ചെടികളൊക്കെ പൂക്കണേ വേനൽക്കാലത്തല്ലേ. അപ്പോൾ ആ മാതിരി ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരുകയും ചെയ്യും, നന്നായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ. പക്ഷേ കുറച്ച് ശ്രദ്ധിക്കണം. ഈ വേനൽക്കാലത്തുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഉള്ള പരിഹാരം കണ്ടാലാണ് അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ കുറച്ച് വിഷയങ്ങളും ഈ സമയത്ത് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേ ഉണ്ടോ ഒരു മിക്സ്, ഇതാ കാണാമോ? ഇതിന് വേണ്ട ഒരു മിക്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ അത് ആ കഞ്ഞിവെള്ളം ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ബക്കറ്റിലേക്ക് ഒഴിച്ചു. ഈ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നമുക്ക് കാടിവെള്ളം എടുക്കാം, അരി കഴുകിയ വെള്ളമില്ലേ, അതാണെങ്കിലും നല്ല കേട്ടോ. ഇത് ഞാൻ 2 ദിവസം കുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്, അത് നല്ലതാണ് കേട്ടോ. ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എടുക്കണതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കും കൂടെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇനി എടുത്തേക്കണം മഞ്ഞൾപ്പൊടി, നമ്മുടെ ഇവിടെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പം ഞാനൊരു ഉണ്ടോ ഇത്ര, ഇവിടെ ചെടിയൊക്കെ കുറവുള്ളൂ, അപ്പോൾ ചെറിയൊരു സ്പൂണിന് ഒരു സ്പൂൺ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ പൊടി, ഈ ഹെൽത്ത് മിക്സ് പൊടി, ഇതെന്താ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മുടെ ചെടിയായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അമ്മ ഇളക്കട്ടെ. അമ്മ ഇളക്കങ്ങ ഒന്നേ ഇങ്ങത്താ അമ്മ ഇളക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിക്സും മഞ്ഞൾപ്പൊടിയും കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഈ എടുത്തിരിക്കുന്നത്. ഇനി ഇതിപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഈ ഒരു 1/4 ഭാഗത്തോളം ഇനി വെള്ളം എടുക്കണം. ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒന്ന് വെള്ളം നിറച്ചെടുക്കട്ടെ കേട്ടോ. എന്താ അതിൽ 1/4 ഭാഗത്തോളം വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെടിക്ക് വേണ്ട പ്രോട്ടീൻ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുത്താലോ? അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ മിക്സ് പൗഡറൊക്കെ അടിയിൽ ഇതായിട്ട് കിടക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഒരു റോസച്ചെടി കാണിച്ചിട്ടതാ, യെല്ലോയും റെഡും കൂടെ കൂടി ഇതാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഒത്തിരി ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ചെടികൾക്കൊക്കെ ഒത്തിരി ഒഴിക്കണമെന്നില്ല, ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ മുളക് ചീനിയൊക്കെ ഇല്ലേ, മുളക് ചീനിയൊക്കെ കായ്ക്കാൻ ഇത് ഒത്തിരി നല്ല കേട്ടോ. ആ കാ പിടിക്കാനും പൂ പിടിക്കാനൊക്കെ നല്ല, കാ പിടിക്കാനും നല്ല ഉണ്ടോ. ഞാനിങ്ങനെ ഓരോന്ന് ഒഴിച്ചു കൊടുത്തട്ടെ. ഈ റോസപ്പൂവൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട്, കട്ട് ചെയ്യാറായതാണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ ആദ്യം തൊട്ട് നല്ല ബാഹ്യ സമ്മർദ്ദങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചീവീട് ഇതുവരെ നിർത്തണില്ല. ഇതിപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടും അതിൻ്റെ സൗണ്ട് കേട്ടോണ്ടിരിക്കും കേട്ടോ. കണ്ടോ, ഇത് ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോയേ, ഇത്രയും പൊങ്ങിപ്പോണേ അങ്ങ്. ഇതിങ്ങി ഈ പൂ അങ്ങ് തീരുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ പിന്നെ അത് ചെറുതായി നിന്നോളൂ. റോസയൊക്കെ നന്നായിട്ട്, റോസയ്ക്കൊക്കെ ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കേട്ടോ. നമ്മുടെ ഒരു പാവലം കണ്ടോ, ഇതിനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ അതിൻ്റെ കൂടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ. അതുണ്ടാവില്ല എന്ന് കരുതിയിട്ട് അതിങ്ങനെ പടർന്ന് പോവുക. അതപ്പോൾ നമുക്കൊന്ന് സ്ഥാനം മാറ്റി കൊടുക്കാനുണ്ട്. നമുക്കിങ്ങനെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതും വളരെ നല്ലതാണ്. തണ്ടിലും ഇലയിലുള്ള ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ പ്രതിരോധിക്കാൻ ഇത് നല്ല കേട്ടോ.
ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ ചെത്തി കണ്ട, ചെത്തിയൊക്കെ നിറച്ച് മുട്ടിട്ടിട്ടുണ്ടേ. പൂണ്ടാകുമ്പോൾ കാട്ടിത്തരാം. ഇത് നമ്മുടെ ഹാർട്ട് ചെടി, ഹാർട്ട് പ്ലാന്റ് ആട്ടോ ഇത്. കണ്ടോ, ഇത് ആ വെയിലത്താർന്നു വരുന്നത്. അപ്പോൾ ആ വെയിൽ കൂടിയപ്പോൾ അതിൻ്റെ ഇലയൊക്കെ അങ്ങ് നല്ല എനർജറ്റിക്കായിട്ട് കയറി വന്നതായിരുന്നേ. ആ വെയിലങ്ങ് കൊണ്ടപ്പോഴത്തേക്കും കണ്ടോ ഇല ഒരുമാതിരി ഇതായിപ്പോയി. അപ്പം ഞാൻ വീണ്ടും തണലത്തേക്ക് മാറ്റി വെച്ചതാട്ടോ. ഇതിനൊക്കെ ചാണാനൊക്കെ ഒഴിച്ചു കൊടുക്കണേക്കാളും നല്ലത് ഇങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതെന്താ സംഗതി, ആ പൗഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പൗഡറാണ് നമ്മുടെ റാഗിയില്ലേ, കുറുമ്പുല്ലൻ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സംഗതി. അത് പൊടിച്ചത് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി നാളായത് ഇവിടെ ഇരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊന്ന് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അതിൻ്റെ വെളിച്ചത്തിലാട്ടോ ഞാനിങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തേ. അപ്പോൾ നമ്മുടെ റോസൊക്കെ നന്നായിട്ട് പൂക്കാനും ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി പൊടിച്ച് വയ്ക്കുന്ന റാഗിപ്പൊടിയും അങ്ങനെയൊക്കെ കാണുമല്ലോ, റാഗി പിന്നെ പഞ്ഞിപ്പുല്ല് അങ്ങനെയൊക്കെ പറയില്ലേ, അത് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കുറച്ച് നമ്മുടെ ചെടികൾ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെടി ഉള്ളതുകൊണ്ട് കുറച്ചെടുത്തു. ഓരോരുത്തരുടെ അടുത്ത് എങ്ങനെ എത്രമാത്രം ചെടിയുണ്ടോ അതിനനുസരിച്ച് ഇതെടുക്കുക. പിന്നെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ചതെടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ, 2 ദിവസം ഒന്ന് പുളിപ്പിച്ചതാണെങ്കിൽ. പിന്നെ അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്താൽ യൂസ് ചെയ്യാം മോള്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ ഈ വേനൽക്കാലത്ത് ഒത്തിരി വിഷയങ്ങളും കീടങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് ചോട്ടിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ബോട്ടിലിൽ ഒഴിച്ച് സ്പ്രേ ചെയ്താലും മതി. ഇലയിലും തണ്ടിലും ഫുള്ള് സ്പ്രേ ചെയ്താലും മതി കേട്ടോ, നല്ലതാണ്. അപ്പോൾ ചെടികളും പൂക്കളൊക്കെ നോക്കണവർ ശുശ്രൂഷിക്കണവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് നോക്കണവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ ഒന്ന് കമൻസിലിടുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.